മധ്യപ്രദേശിൽ അപാകത കണ്ടെത്തിയ വോട്ടിംഗ് മെഷീൻ യു.പി. തെരഞ്ഞെടുപ്പിലും ഉപയോഗിച്ചു. കാൺപൂരിലെ ഗോവിന്ദ് നഗർ മണ്ഡലത്തിലാണ് അപാകത കണ്ടെത്തിയ മെഷീൻ ഉപയോഗിച്ചത്. ഇവിടെ 60,000-ലേറെ വോട്ടിനാണ് ബി.ജെ.പി. സ്ഥാനാർത്ഥി അന്ന് ജയിച്ചത്. ഏത് ചിഹ്നത്തിൽ വോട്ട് ചെയ്താലും ബി.ജെ.പിക്ക് വോട്ട് വീഴുന്നതായിരുന്നു മെഷീന്റെ തകരാറ്. വിവരങ്ങളുമായി ഇപ്പോൾ മനു ശങ്കരൻ ചേരുന്നു. മനു, മധ്യപ്രദേശിൽ കണ്ടെത്തിയത് യു.പി.യിൽ നിന്നെത്തിയതാണ്. അങ്ങനെയാണെങ്കിൽ യു.പി.യിൽ നിന്ന് എത്ര മെഷീനുകളാണ് മധ്യപ്രദേശിൽ എത്തിയിട്ടുള്ളത്? യു.പി.യിലെ തെരഞ്ഞെടുപ്പ് മെഷീനുകൾ അടക്കം ക്രമക്കേട് കണ്ടെത്താനുള്ള ഒരു സമഗ്രമായ പരിശോധന തെരഞ്ഞെടുപ്പ് കമ്മീഷണർ ഭാഗത്തുനിന്ന് ഇതിനകം ആരംഭിച്ചിട്ടുണ്ടോ? സമഗ്രമായ വിവരങ്ങളിലേക്ക്. അജിംഷാദ്, ഏത് ബട്ടണിൽ വിരലമർത്തിയാലും ബി.ജെ.പി. സ്ഥാനാർത്ഥിക്ക് വോട്ട് പോകുന്ന അട്ടിമറി പരിശോധിക്കാൻ 5-അംഗ വിദഗ്ധ സംഘത്തെയാണ് കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ മധ്യപ്രദേശിലേക്ക് അയച്ചിരുന്നത്. ഐ.ടി. ഡയറക്ടർ മുകേഷ് മീന, അഡീഷണൽ ഡയറക്ടർ മധുസൂദനൻ, എ.ജി.എം. എസ്.കെ. സിംഗ് എന്നിവരുടെ നേതൃത്വത്തിലുള്ള സംഘത്തിന്റെ തുടർ പരിശോധനയിലാണ് വോട്ടിംഗ് മെഷീനുകൾ യു.പി.യിൽ ഉപയോഗിച്ചത് എന്ന് സ്ഥിരീകരിച്ചിരിക്കുന്നത്. 20 ദിവസം മുമ്പ് ഉത്തർപ്രദേശ് തെരഞ്ഞെടുപ്പിനായി ഉപയോഗിച്ചവയിൽ 300 വോട്ടിംഗ് മെഷീനുകളാണ് മധ്യപ്രദേശിലെ ഉപതെരഞ്ഞെടുപ്പിനായി എത്തിച്ചത്. അപാകത കണ്ടെത്തിയ വോട്ടിംഗ് യന്ത്രം അവസാനമായി ഉപയോഗിച്ചത് കാൺപൂരിലെ ഗോവിന്ദ് നഗറിലാണ്. 71,509 വോട്ടുകളുടെ ഭൂരിപക്ഷത്തിനാണ് സിറ്റിംഗ് കോൺഗ്രസ് സ്ഥാനാർത്ഥി അംബിക ചിക്ലയ്ക്കെതിരെ ബി.ജെ.പി. സ്ഥാനാർത്ഥി സത്യദേവ് പച്ചേരി അവിടെ നിന്ന് വിജയിച്ചിരുന്നത്. ജില്ലാ ചീഫ് ഇലക്ടറൽ ഓഫീസർ സൽന സിംഗിന്റെ നേതൃത്വത്തിലുള്ള പരിശോധനയിലാണ് കഴിഞ്ഞ ദിവസം വോട്ടിംഗ് മെഷീനിൽ ക്രമക്കേട് കണ്ടെത്തിയത്. സംഭവത്തിൽ ജില്ലാ കളക്ടറെയും എസ്.പിയും അടക്കം സസ്പെൻഡ് ചെയ്യുകയും ചെയ്തിരുന്നു. പക്ഷേ യു.പി. തെരഞ്ഞെടുപ്പ് ഫലം വന്നതിന് പിന്നാലെ വോട്ടിംഗ് മെഷീൻ ക്രമക്കേട് ആരോപണം ശക്തമായതിനിടയിലാണ് അട്ടിമറിക്കപ്പെട്ട അതേ മെഷീനാണ് കാൺപൂരിൽ ഉപയോഗിച്ചത് എന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ തന്നെ അറിയിച്ചിരിക്കുന്നത്. അജിംഷാ. ശരി മനു. മനു ശങ്കരനാണ് വിവരങ്ങൾ നൽകിയത്. മധ്യപ്രദേശിൽ ക്രമക്കേട് കണ്ടെത്തിയ വോട്ടിംഗ് മെഷീൻ യു.പി.യിൽ നിന്ന് എത്തിച്ചതാണ് എന്ന് തെളിവുകൾ പുറത്തെത്തുന്നു. ഇതിന്റെ വിവരങ്ങളാണ് മനു ശങ്കരൻ നൽകിയത്.